Good morning to all. Good morning, ma'am. Good morning. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഇല്ല കംപ്ലീറ്റ്. നമ്മള് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരെയല്ലേ പഠിച്ചത്? അതെ. ഓക്കെ, ഏതൊക്കെയായിരുന്നു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? ഏതൊക്കെയാ പ്രധാനമായിട്ടും വരുന്നത്? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞ് രണ്ട് പോയിന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? കോണ്ടാക്ട് ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ഉണ്ട്. Then Droplet transmission. Then third one, airborne transmission. Airborne transmission. Fourth one ഏതായിരുന്നു? Common vehicle transmission. Common vehicle transmission. Then last fifth one ഏതായിരുന്നു? Vector-borne transmission. Vector-borne transmission. അല്ല, vector-borne transmission എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? എങ്ങനെയാണ് അതിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്? എന്തിലൂടെയാണ് അവിടുത്തെ ആ ഒരു മാധ്യമം അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത്? എന്താണ് ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? Mosquito, flies, rat and other government transport organisms. ഓക്കെ, ലിവിങ് ഓർഗാനിസംസ് ആണ് അല്ലെ? അപ്പൊ അതൊക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് മോസ്കിറ്റോ, റാറ്റ്സ്, ഫ്ലൈസ് പോലെയുള്ള ലിവിങ് ഓർഗാനിസത്തിന്റെ സഹായത്തോടെയാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷനെ രണ്ട് സബ് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? Direct contact transmission and indirect contact transmission. ഓക്കെ, ഡയറക്ട് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്ട് കോണ്ടാക്ട് ട്രാൻസ്മിഷനും അല്ലെ? ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ മെത്തേഡ് ഏതാണ്? കോണ്ടാക്ട് ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രിവെൻഷൻ. എന്താണ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് പ്രിവെൻഷൻ? നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? ട്രാൻസ്മിഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിച്ചു. നെക്സ്റ്റ് വരുന്നതാണ് പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തടയുക അല്ലെ? വെരി ഗുഡ്, തടയുക. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ പ്രിവെൻഷൻ? അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എങ്ങനെ സ്പ്രെഡ് ആവുന്നത് തടയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രിവെൻഷൻസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ തടയാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പ്രിവെൻഷൻ എന്തൊക്കെ പ്രോസസ് ആണ് അതിൽ നടക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് മെയിൻ ആയിട്ട് നോക്കുക കേട്ടോ. അതിനുള്ളിലെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അല്ലാതെ ഫുൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് ആ ഒരു പോയിന്റ് എന്താണ്, അതിനുള്ളിൽ എന്താ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഇതിനുള്ളിൽ വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, പ്രിവെൻഷൻ controlling nosocomial infection is to implement QA, that is quality assurance or quality control measures to the healthcare sectors. എന്താണ് ഹെൽത്ത് കെയർ സെക്ടേഴ്സ്? നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെ നടപ്പാക്കണം? അവിടെ അവർ നൽകുന്ന ആ ഒരു ക്വാളിറ്റിയുടെ അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുക അല്ലെ? ഗുണനിലവാരം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോള്, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നടപ്പിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി എ ഫീസിബിൾ അപ്രോച്ച്. ഇനി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ടു മേക്ക് ഡിസിഷൻ.
അപ്പൊ അതായത് എന്താണ്, ഓരോ എവിഡൻസ് അനുസരിച്ച് അവരെന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക, അതിനനുസരിച്ച് ഡിസിഷൻസ് എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രിവെൻഷൻ മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഡിസീസസിനെയും എന്ത് ചെയ്യുക, നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്മിഷനെ തടയാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതൊരു ഫീസിബിൾ അപ്രോച്ച് ആണ്, അത് ഒരു പ്രായോഗികരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് നോക്കി, HAA ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് സാനിറ്റേഷൻ. എന്തായിരിക്കും സാനിറ്റേഷനിൽ ചെയ്യുക? എന്തായിരിക്കും? നമ്മുടെ വീടുകളിലാണെങ്കിൽ സാനിറ്റേഷൻ ചെയ്യാറുണ്ടോ? സാനിറ്റേഷനിൽ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. സാനിറ്റേഷനിൽ എന്തായിരിക്കും ചെയ്യുക? വാഷിംഗ് ചെയ്യുക അല്ലെ, വാഷിംഗ് ചെയ്യും, അതായത് ക്ലീൻ ചെയ്യും നമ്മള്. അപ്പൊ അങ്ങനെ ക്ലീൻ ആക്കും, അല്ലെങ്കിൽ എന്താണ് ഡിറ്റർജൻസോ അല്ലെങ്കിൽ വാട്ടർ ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് സഹായം? നമ്മുടെ വീട്ടിലുള്ള അണുക്കളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസ് പോലുള്ളവ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെയും സാനിറ്റേഷനിൽ സെയിം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നോക്കി, സാനിറ്റേഷൻ, ദ ഹോസ്പിറ്റൽസ് മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് concerning uniforms, equipment, sterilization, washing and other preventive measures. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത്, സാനിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ശുചീകരണങ്ങളിൽ ശുചിത്വം പാലിക്കുക, ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ നല്ല വൃത്തിയായിട്ട് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലപ്പോ അവർ ഉപയോഗിക്കുന്ന യൂണിഫോം ആയിക്കോട്ടെ, അതുപോലെ അവിടെയുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിന്റെ സ്റ്റെറിലൈസേഷൻ ആയിക്കോട്ടെ, മറ്റെന്താണ് കഴുകലായിക്കോട്ടെ, മറ്റ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്, മറ്റ് പ്രതിരോധ നടപടികൾ ഏതുമായിക്കോട്ടെ, അത് എന്തായാലും ഇങ്ങനെയുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് ആ ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആ പ്രോട്ടോകോൾസ് അനുസരിച്ച് സാനിറ്റേഷൻ മസ്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. നെക്സ്റ്റ് നോക്കി, തൊറോ ഹാൻഡ് വാഷിംഗ്. എന്താണ് ഹാൻഡ് വാഷ് ചെയ്യാൻ അല്ലെ, നല്ല രീതിയിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യണം. അതുപോലെ യൂസ് ഓഫ് ആൽക്കഹോൾ ഡ്രോപ്സ് ബൈ ഓൾ മെഡിക്കൽ പേഴ്സണൽസ് before and after each patient contact is one of the most effective ways to fight nosocomial infection. അപ്പൊ നമ്മള് കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മള് സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ? നിങ്ങള് സാനിറ്റൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള റബ്സ്, അതായത് സാനിറ്റൈസേഴ്സ് പോലെയുള്ളവ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളവ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് നല്ല തുറവായിട്ട് ചെയ്യുക. നമ്മൾ ഹാൻഡ് വാഷിംഗിന്റെ പ്രോസസ്സും കുറച്ച് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കി ഒന്നുകൂടി എന്താണ് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഹാൻഡ് വാഷിംഗിന്റെ പ്രോസസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഫർദർ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെ ആരാ പേഴ്സണൽസ്? മെഡിക്കൽ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ആരാ? ആരാണ്? നമ്മളെല്ലാ ചാപ്റ്ററിലും പേഴ്സണൽസ് എന്നുള്ള വേർഡ് കാണാറുണ്ട് അല്ലെ. ആരാണ് പേഴ്സണൽസ് എന്ന് പറയുന്നത്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ. വെരി ഗുഡ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. അവര് എന്താണ്, അവരെപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ഇപ്പൊ ഒരു പേഷ്യന്റുമായിട്ട് അവരെന്ത് ചെയ്യുന്നു, കോണ്ടാക്റ്റിൽ വരുന്നു. അവരുടെ ആ ഒരു ചികിത്സയുടെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു പേഷ്യന്റുമായിട്ട് അവർ കോണ്ടാക്റ്റിൽ വന്നു എന്ന് വിചാരിക്കുക. അവർ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായി, ഓൾറെഡി അവർക്ക് എന്തെങ്കിലും ആ പേഷ്യൻസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് അവരുടെ ആ ഹാൻഡിലോട്ട് വരാനായിട്ടുള്ള പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, ഇതിനുള്ള സ്റ്റാഫുകൾ ഒരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പേഷ്യന്റിനോട് എന്താണ് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള തൊറോ ഹാൻഡ് വാഷിംഗ്, ഒന്നില്ലെങ്കിൽ നല്ല രീതിയിൽ കൈ കഴുകുക, അല്ലാന്നുണ്ടെങ്കിലോ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള റബ്സ്, എന്താണ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള യൂസ് ചെയ്യുക, അങ്ങനെയുള്ള സാനിറ്റൈസേഴ്സ് പോലെയുള്ളവ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് റബ് ചെയ്യുക. നമ്മൾ കൊറോണ ഉള്ള സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്താണ് അവിടെ മൈക്രോബ്സിനെയൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടി നമ്മൾ സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുക, അങ്ങനെയും ഹാൻഡ് എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള മെഡിക്കൽ പേഴ്സണൽസ് അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ത്
ചെയ്യും, before and after each patient contact is one of the most effective ways to fight നോസോകോമിയൽ ഇൻഫെക്ഷൻ. എന്താണ് ഒരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം എന്ത് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. വാഷ് ചെയ്യാനായിട്ടുള്ള സമയം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റ് അതിന് മുൻപായിട്ട് മറ്റൊരു പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യുക, ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് സാനിറ്റൈസേഴ്സ് പോലെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് കൈ റബ്ബ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ തടയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കി, സാനിറ്റൈസിംഗ് സർഫസസ് ഈസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് lessen nosocomial infections in healthcare environments. Notwithstanding sanitation protocol, patients cannot be completely isolated from communicable agents. ഇവിടെ എന്താണെന്ന് പറയുന്നത്, അതായത് സാനിറ്റൈസിംഗ് സർഫസസ് എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഒത്തിരി സർഫസസുമായിട്ട് നമ്മുടെ പേഷ്യൻസ് ആയാലും നമ്മുടെ സ്റ്റാഫുകളായാലും ഒക്കെ എന്താണ് ഹോസ്പിറ്റലിലെ ആ ഓരോ ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോ ഭാഗത്തെ സർഫസസിലും നമുക്ക് അറിയാതെ നമ്മുടെ കയ്യിൽ തൊട്ടു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ എല്ലാ സർഫസും എന്ത് ചെയ്യുക, കൺട്രോൾ മെഷേഴ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാനിറ്റൈസ് ചെയ്യുക. ദെൻ ടു റെഡ്യൂസ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അവിടെ ആ ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റില് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട് എല്ലാ സർഫസസും ആ ഹോസ്പിറ്റലിലെ ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറുമായി ബന്ധപ്പെട്ട എല്ലാ സർഫസസും എന്ത് ചെയ്യുക, മാക്സിമം സാനിറ്റൈസ് ചെയ്യുക. ഇനി is notwithstanding sanitation protocol, ഇനി ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും സാനിറ്റൈസ് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാമല്ല, ഈ സാനിറ്റേഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ ഭാഗത്തും നമ്മൾ ഇങ്ങനെ സാനിറ്റേഷൻസ് ചെയ്തു എന്നാൽ പോലും പേഷ്യൻസ് cannot be completely isolated from communicable agents അല്ലെ. നമുക്ക് പൂർണ്ണമായിട്ടും പേഷ്യൻസിനെ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഏജൻസ് അല്ലെങ്കിൽ അവിടെ സാംക്രമിക ഏജൻസ് അല്ലെ, അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഏജൻസുമായിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് അവരിൽ നിന്നും ഈ പേഷ്യൻസിനെ മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. എങ്ങനെയെങ്കിലും ഒക്കെ അത് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ചൊരു എന്താണ് ഒരു ചാൻസ് ഉണ്ട് സ്പ്രെഡ് ചെയ്യാനെങ്കിൽ പോലും ആ ഉള്ള എല്ലാ സർഫസസും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന വഴി ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ പൂർണ്ണമായിട്ടും നമുക്ക് അതിൽ നിന്നും അവരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കാറില്ല. Then moreover, patients are often advised to make antibiotics. Make എന്നല്ല കേട്ടോ, അവിടെ take ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, take ആണ് കേട്ടോ. Okay. The moreover, patients are often advised to take antibiotics and other antimicrobial drugs to help treat illness. അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനും കാര്യങ്ങളുമായിട്ട് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് അഡ്വൈസ് ചെയ്യാറ് പേഷ്യൻസിനോട്, അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർക്ക് ആന്റിബയോട്ടിക്സ് അവരോട് കഴിക്കാൻ പറയാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ മറ്റ് ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറയാറുണ്ട്. അതുവഴി ഒരു പരിധി വരെ പേഷ്യൻസിനോട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. This may enlarge the selection pressure for the emergence of resistant strains. അപ്പോ ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സോ ഒക്കെ കഴിക്കുന്നത് വഴി ആ പേഷ്യന്റിന് അവർക്ക് എന്തായിരുന്നു റെസിസ്റ്റന്റ് സ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെസിസ്റ്റന്റ് പവർ, അവർക്ക് ആ ഒരു എന്താണ് ഇൻഫെക്ഷൻസ് ഏജന്റിനോട് ഒരു റെസിസ്റ്റന്റ് പവർ കിട്ടുകയും അതിനനുസരിച്ച് അവരുടെ ആ ഒരു റെസിസ്റ്റന്റ് പവർ എമർജ് ചെയ്യുന്നതിൽ അത് ഉയർന്നു വരികയും അപ്പൊ അവർക്ക് പിന്നീട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതുമായി ബന്ധപ്പെട്ട് അവരോട് ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ അതിനെതിരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സാനിറ്റേഷനിൽ പറഞ്ഞത്, എന്തൊക്കെയാണ് പറഞ്ഞത്, സാനിറ്റേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ടും സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. അതിനനുസരിച്ച് ഓരോ ഏരിയയും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതിപ്പോ അവരുടെ യൂണിഫോം ആവാം, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ആവാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ വാഷിംഗ് ആവാം, അല്ലെങ്കിൽ മറ്റു പ്രതിരോധ നടപടികളാവാം, എല്ലാം നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു മെഡിക്കൽ പേഴ്സണല് ഒരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് കോണ്ടാക്ട്
വന്നു കഴിഞ്ഞാൽ മറ്റൊരു പേഷ്യന്റിലേക്ക് അവർ പോകുന്നതിന് മുൻപായിട്ട് എന്തായാലും തൊറോ ഹാൻഡ് വാഷിംഗ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിലോ ആൽക്കഹോൾ പോലെയുള്ള റബ്സ് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഹാൻഡ് എന്ത് ചെയ്യണം, റബ്ബ് ചെയ്ത് നല്ല സാനിറ്റൈസ് ചെയ്ത് ശുചിത്വമായിട്ട് ഹൈജീനിക് ആയിട്ട് തന്നെയാണ് മറ്റൊരു പേഷ്യന്റിന്റെ അടുത്തേക്ക് പോവാനായിട്ട് നിർബന്ധമാണ്. അതുവഴി നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ ട്രാൻസ്മിഷൻ തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ സർഫസസും ആ ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റിലെ എല്ലാ സർഫസസും മാക്സിമം സാനിറ്റൈസ് ചെയ്യണം. എന്നാൽ പോലും ഇങ്ങനെയുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്താൽ പോലും പൂർണ്ണമായിട്ടും നമുക്ക് ഈ പേഷ്യൻസിനെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷനിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റും. എന്നാലും ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള ട്രാൻസ്മിഷൻസും കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ മെത്തേഡിലൂടെ ഇവര് ട്രാൻസ്മിഷൻസ് നടക്കാറുണ്ട്. ഇനി കൂടുതലും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് ആന്റിബയോട്ടിക്സ് അതുപോലെ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കാനായിട്ട് പറയുന്ന പേഷ്യൻസ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഇതിൽ നിന്നും ഒരു റെസിസ്റ്റൻസ് പവർ കിട്ടുകയും അതുവഴി ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് അതിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പ്രതിരോധ എന്താണ് എനർജി അവർക്ക്, അല്ലെങ്കിൽ ഒരു പവർ അവർക്ക് ആ ഒരു ആന്റിബയോട്ടിക്സും അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കുന്നത് വഴി ലഭ്യമാകുന്നു. കിട്ടിയോ? സാനിറ്റേഷൻ എന്താണെന്നത് ക്ലിയർ ആയോ? ജസ്റ്റ് എന്താണ് അതിനുള്ളിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് സ്റ്റെറിലൈസേഷൻ. കേട്ടിട്ടുണ്ടാവുമല്ലോ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്? സാനിറ്റേഷൻ സാധാരണ നമ്മുടെ ഒരു പ്രൈമറി പ്രൊസീജിയർ ആണെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഗോസ് ഫർദർ. എന്താണ് അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഇറ്റ് ഡിസ്ട്രോയ്സ്, അതെ, അണുനശീകരണം കേട്ടോ. മലയാളം അറിയാത്തവരാണെങ്കിൽ അണുനശീകരണം കേട്ടോ. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. സാനിറ്റൈസിനേക്കാൾ കുറച്ചുകൂടി മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രോയ്സ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ്, അല്ലെ? അപ്പൊ അവിടെയുള്ള എക്യുപ്മെന്റ്സുകളാവാം, അല്ലെങ്കിൽ സർഫസസ്, അവിടെയുള്ള സർഫസസിലാവാം, അവിടെയുള്ള എല്ലാ മൈക്രോബ്സിനെയും നശിപ്പിച്ചു കളയാനായിട്ട് നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാം. ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ്. ഇനി പറയുന്നതൊക്കെ സ്റ്റെറിലൈസേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആണ് കേട്ടോ. അത് നമുക്ക് പഠിക്കാനുണ്ട്. CCSD എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. നോക്കി എന്തൊക്കെയാണ് കെമിക്കൽസുമായിട്ട് എക്സ്പോഷർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അയണൈസിങ് റേഡിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ നടത്താൻ പറ്റും. ആൻഡ് ഓൾസോ ഡ്രൈ ഹീറ്റ്, അല്ലെ? ചൂട് അല്ലെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റീം അണ്ടർ പ്രഷർ, പ്രഷറിന്റെ കീഴിൽ സ്റ്റീം കൊടുത്തുകൊണ്ട് ഓട്ടോക്ലേവ് പോലെയുള്ള മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റീം കൊടുത്തുകൊണ്ട് അതിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസേഷൻ നടത്താൻ പറ്റും. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളോ അല്ലാതെങ്കിൽ അവിടെയുള്ള സർഫസസോ ഒക്കെ നമുക്ക് എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത്. കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട്, അയണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്, ഡ്രൈ ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ പ്രഷർ ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയുള്ള സ്റ്റീം യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് സ്റ്റെറിലൈസേഷൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റെറിലൈസേഷൻസ് നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള മൈക്രോബ്സിനെയൊക്കെ ഡിസ്ട്രോ ചെയ്യലിൽ നശിപ്പിച്ച് കളയാനായിട്ട് സ്റ്റെറിലൈസേഷൻ മെത്തേഡിലൂടെ സാധിക്കുന്നു. അപ്പൊ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. സാനിറ്റേഷനും പറഞ്ഞു, സ്റ്റെറിലൈസേഷനും പറഞ്ഞു. സ്റ്റെറിലൈസേഷൻ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഐസൊലേഷൻ. ഐസൊലേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഐസൊലേഷൻ എന്താണ് ഒരു ഐസൊലേഷൻ എന്ന് പറയുന്നത്? അറിയാവുന്നവർക്ക് മെസ്സേജ് അയച്ച് ഐസൊലേഷൻ എന്താണ്? എന്താ ഐസൊലേഷൻ? എന്താണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്? അറിയില്ല. അതായത് ഒറ്റയ്ക്കല്ലേ, അതായത് എന്താണ് അവരെ ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ലേ തനിയെ താമസിക്കുന്നതാണ്. വെരി ഗുഡ്. അപ്പൊ ഇതാ ഐസൊലേഷൻ റൂമുകളൊക്കെ ഹോസ്പിറ്റലുകളിലുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെയും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഐസൊലേഷൻ ഇസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻസ് ഡിസൈൻ ടു പ്രിവെന്റ് എന്നാണ് കേട്ടോ. അവിടെ ഡിസൈൻ ടു കഴിഞ്ഞിട്ട് ഒരു പ്രിവെന്റ് എന്നുണ്ട് കേട്ടോ, ഒരു വേർഡ് ഉണ്ട്.
ഞങ്ങളുടെ നോട്ട്സിലൊക്കെ ക്ലിയർ ആണ്. നിങ്ങളുടെ ആ ഒരു എന്തോ എറർ വന്നിരിക്കുന്നതാണ്. ടു പ്രിവെന്റ് എന്നാണ്. ടു പ്രിവെന്റ് ട്രാൻസ്മിറ്റ് മൈക്രോബ്സ് ബൈ കോമൺ റൂട്ട്സ് ഇൻ ഹോസ്പിറ്റൽ. ഇപ്പൊ ഇവിടെ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഐസൊലേഷൻ പ്രൊസീജിയർ അത് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ഐസൊലേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇസ് എ പ്രിക്കോഷൻസ് എന്താണ്? അവിടെ ഒരു മുൻകരുതലാണ്. അതായത് ഡിസൈൻ ടു പ്രിവെന്റ് ട്രാൻസ്മിറ്റ് മൈക്രോബ്സ് ബൈ കോമൺ റൂട്ട്സ് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ കോമൺ ആയിട്ടുള്ള ഒരു സാധാരണ വഴികളിലൂടെ നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യണം അല്ലെ. അതിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാനായിട്ട് മുൻകരുതൽ പോലെ എടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് കൊറോണ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഐസൊലേഷൻ റൂമുകൾ ഉണ്ടാക്കി അവർ ആളുകളെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയല്ലോ. അതായത് അതൊരു മുൻകരുതലാണ്. എന്താണ്? മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ ആണ് അല്ലെ. അപ്പൊ നോക്കി, ബിക്കോസ് ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടേഴ്സ് ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. അപ്പൊ അവിടെ ഉള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജന്റുകൾ അതുപോലെ ഹോസ്റ്റ് ഫാക്ടേഴ്സിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്, അപ്പൊ ഇങ്ങനെയുള്ളതിനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ററപ്ഷൻ എന്ന് പറയുന്നത് തടസ്സം തടസ്സം എന്നാണ് കേട്ടോ ഇന്ററപ്ഷൻ. അപ്പൊ ഇന്ററപ്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സ് ഈസ് ഡയറക്റ്റഡ് മെയിൻലി ബൈ ട്രാൻസ്മിഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസ്മിഷൻ, അതിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ, മൈക്രോബ്സിന്റെ ആ ഒരു സഞ്ചാരം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷനെ തടഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിലോ ഇത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രോഗങ്ങൾ പടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിന്റെ ട്രാൻസ്മിഷൻ ആദ്യം കൺട്രോൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മൈക്രോബ്സ്, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷൻ തടഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിലെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കി. എക്സാമ്പിൾ ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷ്യസ് കേസസ് ഇൻ ഹോസ്പിറ്റൽസ് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു ഇൻഫെക്ഷ്യസ് കേസ് വന്നാല് അവരെ നമ്മൾ എന്താ ചെയ്യുക? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു കേസ് വന്നാൽ അവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? എങ്ങനെയായിരിക്കും? ഒരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരു കേസ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ നമ്മളിവിടെ എല്ലാ പേഷ്യൻസും ഉള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ എല്ലാവരും ഉള്ള ഒരു വാർഡിലാണെങ്കിൽ എല്ലാ മറ്റു പേഷ്യൻസ് ഒക്കെ ഉള്ളവരുടെ കൂടെ കൊണ്ടുപോയിട്ടോ? അതെ, ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ് അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലാണ് അവിടെ ട്രീറ്റ് ചെയ്യുക അല്ല. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മുൻകരുതൽ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് ഈ ഒരു രോഗം പകരരുത് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. അതായത് അവിടെ ആ ഒരു രോഗത്തിന്റെ ട്രാൻസ്മിഷൻ തടയണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു രോഗം മറ്റുള്ളവരിൽ എത്താതെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആ ട്രാൻസ്മിഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റുന്നു. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസ് ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ ഉള്ള പേഴ്സൺസ് ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റി അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ആ റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. മറ്റുള്ളവരുടെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യില്ല? അവരെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള പേഷ്യൻസിന് നമുക്ക് അവിടെ എന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് എന്താണ് തടയാനായിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അവർക്ക് വരാതിരിക്കാനായിട്ട് അതിന്റെ ആ മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷൻ തടയാനായിട്ട് നമുക്ക് ഈ ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഈ ഒരു മുൻകരുതൽ വഴി സാധിക്കുന്നു എന്നാണ് പറയുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് വൺ ആണ് എന്താണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ എല്ലാം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹാൻഡ് വാഷിംഗ് എന്താണ്? ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം അല്ലെ. എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ് ഈസ് കോൾഡ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ടു ലെസൻ ദ risk of transmitting skin microbes from one person to another or from one site to another അല്ലെ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഇങ്ങനെയുള്ള മൈക്രോബ്സ് ആണ് സ്കിൻ മൈക്രോബ്സ്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള മൈക്രോബ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു അപകട സാധ്യത കുറയ്ക്കാനായിട്ട്
യൂസ് ചെയ്യുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു മെഷർ ആണ്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു എന്താണ് നടപടിയാണ് എന്തെന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ് ഫ്രീക്വൻലി, ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള മൈക്രോബ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഒക്കെ അതിന്റെ ആ ഒരു ട്രാൻസ്മിഷനെ തടയാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നെക്സ്റ്റ് നോക്കിയേ, വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് thorough manner as possible between patient contacts and after contact with the blood, body fluids, secretions and equipment articles contaminated by them is a prime factor of infection control and isolation precautions. എന്താണ് ഇവിടെയും ഹാൻഡ് വാഷിംഗ് അല്ലെങ്കിൽ വാഷിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഹാൻഡ് വാഷിംഗ് നടത്തേണ്ടത്. ആ മെത്തേഡുകൾ നമുക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ശരിയായ രീതിയിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഹാൻഡ് വാഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് നമ്മുടെ മറ്റു പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ സെക്രീഷൻസോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സെക്രീഷൻസോ എക്സ്ക്രീഷൻസോ അല്ലെങ്കിൽ മറ്റു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിൽ നിന്നോ അതുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന എന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കാരണങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഓട്ടോമാറ്റിക്കലി മൈക്രോബ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഏജൻസ് നമ്മുടെ കോണ്ടാക്ട് വരുന്ന രീതിയിലേക്ക് പകരും അല്ലെ. അപ്പൊ അതിനെ ഇങ്ങനെയുള്ള ഹാൻഡ് വാഷിംഗ് നല്ല പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഹാൻഡ് വാഷിംഗ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൈം ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്രധാന ഒരു ഘടകമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആണ്. അതായത് ഏറ്റവും പ്രധാനമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ് വാഷിംഗ് നടത്തുന്നത് വഴി എന്തെങ്കിലും മറ്റുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് വരികയാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സോ എന്താണ് ബ്ലഡോ സെക്രീഷൻസോ എക്സ്ക്രീഷൻ പോലെയുള്ളവരുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ അല്ലെങ്കിലോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷസ് ഏജൻസിനെ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ ശരിയായ രീതിയിലുള്ള ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കിട്ടിയോ? ഈ 4 എണ്ണം ക്ലിയർ ആയോ? ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ PPE ഏത് ചാപ്റ്ററിലാണ് നമ്മൾ കേട്ടിട്ടുള്ളേ? മറന്നുപോയോ ചാപ്റ്റേഴ്സ് ഒക്കെ? ഏത് ചാപ്റ്ററില? ലോണ്ട്രിയിലാണ് അല്ലെ. ലോണ്ട്രി ആണെങ്കിലും നമ്മൾ പഠിച്ചതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എന്താണ് ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? ഇവിടെ നോക്കാതെ തന്നെ നമ്മളൊന്ന് പറഞ്ഞേ, എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച കാര്യമല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് അതുകൂടാതെ തന്നെ നമ്മുടെ പേഴ്സൺ അതായത് ഓരോ ഇൻഡിവിജ്വൽസും നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത്. അപ്പൊ അതിലെന്തൊക്കെ എന്തൊക്കെയാ വരാവുന്നത്? നമ്മുടെ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താ? ഗ്ലൗസ് വരാം, പിന്നെ എന്തൊക്കെ വരാം? മാസ്കുകൾ വരാം, പിന്നെ എന്ത് വരാം? പിന്നെ എന്തൊക്കെയാ വരാം? ഗ്ലൗസുകള്, മാസ്കുകള്, പിന്നെ എന്താ? തുണിത്തരങ്ങള് വരാം. അതുപോലെ ഐവെയറുകൾ അല്ലെ, കണ്ണിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ണടകൾ പോലെയുള്ളവ വരാം. പിന്നെ അങ്ങനെ ഒത്തിരി ബൂട്ട്സ് പോലെയുള്ളതോ ഹെൽമെറ്റുകളോ അങ്ങനെയുള്ള ഒത്തിരി ഗൗണുകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആരാണ് യൂസ് ചെയ്യുന്നത് അവരുടെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ PPE ഇമ്പോർട്ടന്റ് ആണ്. അത് എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്ത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പൊ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അപ്പൊ ഇവിടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി PPE അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ് ഗ്ലൗസ് അല്ലെ. അതിലെന്തൊക്കെ വരുന്നുണ്ട്? ഗ്ലൗസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താ? ഗൗൺസ്
അല്ലെ, ഗൗണുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് മാസ്കുകൾ വരുന്നുണ്ട് അല്ലെ, മാസ്ക് യൂസ് ചെയ്യാറുണ്ടല്ലോ നമ്മള്. അതുപോലെ ഐവെയറുകൾ അല്ലെങ്കിൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ കണ്ണടകൾ പോലെയുള്ളവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ടു മേക്ക് ബ്ലോക്കേഡ്സ് എന്ന് പറയുന്നത് എന്താ, തടസ്സം അല്ലെ, അല്ലെങ്കിൽ തടയുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. തടസ്സം അല്ലെങ്കിൽ തടയുക. ദാറ്റ് പ്രൊട്ടക്ട് സ്കിൻ, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, നമ്മുടെ സ്കിന്നിനെ. അതാരാണ് യൂസ് ചെയ്യുന്നത്, അവരുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ക്ലോത്തിങ്, തുണിത്തരങ്ങൾ, അവരുടെ ആ ഒരു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇൻഫെക്ഷൻസ് ആവാതെ അല്ലെങ്കിൽ ചീത്തയാവാതെ സംരക്ഷിക്കുന്നു. മ്യൂക്കസ് മെംബ്രെയിൻസ്, എന്താണ് മ്യൂക്കസ് മെംബ്രെയിൻസ്, ശ്ലേഷ്മ സ്തരങ്ങള്, അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്. ഇപ്പൊ മൂക്കിന്റെ ഉള്ളിലൊക്കെ നിങ്ങളൊരു എന്താണ് ഒരു വഴുവഴുപ്പുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ടോ, മ്യൂക്കസ് കണ്ടിട്ടുണ്ടോ, മ്യൂക്കസ്. അപ്പൊ അങ്ങനെയുള്ള മ്യൂക്കസ് മെംബ്രെയിൻസ് നമ്മുടെ ആ ബോഡിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മ്യൂക്കസ് മെംബ്രെയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്, എന്താണ് റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ ശ്വസന നാളം അല്ലെ. ആ ഒരു റെസ്പിറേറ്ററി ട്രാക്ടിനെയൊക്കെ ഇൻഫെക്ഷസ് ഏജൻസിൽ നിന്നും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ PPE എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള ഇൻഫെക്ഷസ് ഏജൻസിൽ നിന്നും നമ്മുടെ ശരീരത്തിന്, ഇപ്പൊ നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, നമ്മുടെ ക്ലോത്തിങ് ആയിക്കോട്ടെ, മ്യൂക്കസ് മെംബ്രെയിൻസോ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ടൊക്കെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷസ് ഏജൻസ് കടന്നു ചെല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് എല്ലാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്നു. ഏതൊക്കെയാ പ്രധാനമായിട്ട് പറഞ്ഞത്, ഗ്ലൗസ് വരുന്നുണ്ട്, ഗൗൺസ് വരുന്നുണ്ട്, മാസ്കുകൾ വരുന്നുണ്ട്, ഐവെയേഴ്സ് വരുന്നുണ്ട്. കിട്ടിയോ? ഇനി ഗ്ലൗസുകളുടെ കാര്യം നോക്കിയേ. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ് പ്ലേ pivotal role in the possibilities of transmission of micro organisms, possibilities of reducing ഉണ്ട് കേട്ടോ. Besides hand washing, gloves play pivotal role in the possibilities of reducing transmission of microorganisms ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. അപ്പൊ ഇവിടെ എന്താണ്, ഹാൻഡ് വാഷിംഗ് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താ ഒരു പ്രധാനമായിട്ടുള്ള ഒരു റോൾ എന്തെന്ന് പറയുന്നത് ഗ്ലൗസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അതുവഴി നമുക്ക് ഒത്തിരി മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷൻസ് തടയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഹാൻഡുമായിട്ട് പെട്ടെന്ന് ഒരു കോണ്ടാക്ട് നമ്മൾ ഗ്ലൗസ് ഇടുമ്പോൾ വരുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു പേഷ്യന്റിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്ലൗസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെയിൻസോ കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത് ആ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു, അടുത്തൊരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹാൻഡ് വാഷിംഗ് ചെയ്യണം, എന്നാൽ അതോടൊപ്പം തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു റോള് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷനെ തടയാനായിട്ട്, അതിന്റെ ആ ഒരു ചാൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് വഴിയും സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് സിക്സ്ത് വൺ, അഡീഷണൽ പ്രിക്കോഷൻസ്. ഇനി എന്തൊക്കെയാണ് മറ്റു പ്രിക്കോഷൻസ് വേണ്ടത് എന്നാണ്. ഫസ്റ്റ് വൺ നോക്കി, എയർബോൺ പ്രിക്കോഷൻ. എന്താണ് എയർബോൺ പ്രിക്കോഷനിൽ വരിക, എന്താണ് എയർബോൺ എന്ന് പറയുന്നത്, എയർബോൺ ട്രാൻസ്മിഷൻ എന്തായിരുന്നു എയർബോൺ ട്രാൻസ്മിഷൻ, എന്തായിരുന്നു എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞേ. എയർബോൺ ട്രാൻസ്മിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ. അതെ, ഡസ്റ്റ് അല്ലെ, എയറിലൂടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഇരിക്കുകയും അതുവഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. വായുവിലൂടെ ഉള്ളതാണ്, എയറിലൂടെയുള്ള ഒരു ട്രാൻസ്മിഷൻ ആണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതില് എയർബോൺ ട്രാൻസ്മിഷൻസ് നടക്കുന്ന വഴി ഇൻഫെക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെതിരെ നമുക്ക് എന്തൊക്കെ നടപടികൾ അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം, അതാണ് എയർബോൺ പ്രിക്കോഷൻസിൽ വരുന്നത്. നോക്കി, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ വാർഡുകളല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് റൂമുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് പേഷ്യൻസിന് താമസിക്കാനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമുകൾ ഉണ്ടാവും അല്ലെ, സിംഗിൾ റൂമുകളായിട്ട് ഉണ്ടാവുമല്ലോ. വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, അവിടെ എന്ത് ചെയ്യണം, വെന്റിലേഷൻസ് സഫിഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷൻ ഉള്ള ഇൻഡിവിജ്വൽ റൂംസ് ആയിരിക്കണം വേണ്ടത്. ദിസ് കൺസിസ്റ്റ് ഓഫ് വെയർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു വെന്റിലേഷൻ ഒന്നും ഇല്ല, അല്ലാതെ നമ്മൾ ഒരു റൂമിൽ നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് അടച്ചിട്ടാലും നമുക്ക് എന്ത് പറ്റും, ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലേ നമുക്ക് ഉണ്ടാവുക. അവിടെ ഒരു കാറ്റും വെളിച്ചം ഒന്നും കയറാത്ത ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡോർ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക, ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഫീൽ വരും അല്ലെ. അതായത് ഒരു ഒരു കാറ്റും വെളിച്ചം ഒന്നും കയറുന്നില്ല, നമുക്ക് ഭയങ്കരമായിട്ടൊരു ശ്വാസം മുട്ടുന്ന പോലെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കുക, ഡോർ അടച്ചിടുമ്പോൾ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള വെന്റിലേഷൻസ് കൊടുത്തുകൊണ്ടുള്ള ഇൻഡിവിജ്വൽ റൂംസ് ആയിരിക്കണം ഇവർക്ക് പ്രിവെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് എയർബോൺ ഇപ്പൊ ഒരു വാർഡിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ പേഷ്യൻസിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള എയർബോൺ ആയിട്ടുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇവരുടെ എയറിലൂടെ നമുക്ക് അത് ആ മറ്റു പേഷ്യൻസിലോട്ടും എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമുകളിൽ സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള റൂമുകളിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. അപ്പൊ എന്താണ്, മറ്റു പേഷ്യൻസിൽ നിന്ന് ഇങ്ങനെ എയർബോൺ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇവരെ തടയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കിയേ, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻറ്ററിംഗ് ദി റൂം. അവിടെ എൻറ്റർ ചെയ്യുമ്പോൾ ആ റൂമിൽ അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് നേഴ്സസ് ഒക്കെ എന്താണ് ഇടക്കിടക്ക് വന്ന് നമുക്ക് മെഡിസിൻസ് ഒക്കെ എടുത്തു തരാൻ വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകള് ഈ റൂമിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൂമിലേക്ക് കടക്കുമ്പോൾ അതിന് മുൻപായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മാസ്കുകൾ, ഹൈ എഫക്റ്റീവ് ആയിട്ടുള്ള മാസ്കുകൾ ധരിച്ചുകൊണ്ടായിരിക്കണം ഇവിടേക്ക് കടക്കുന്നത്. നെക്സ്റ്റ് നോക്കി, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യൻസിന്റെ ഒരു പരിമിതമായിട്ടുള്ള ഒരു റൂമിലായിരിക്കണം ഇവരെ എന്ത് ചെയ്യേണ്ടത്, താമസിപ്പിക്കേണ്ടത്. അതായത് അവർക്ക് അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും വേണം, എന്നാൽ പോലും വലിയ ഒരു എന്താണ് വലിയ രീതിയിലുള്ള റൂമുകളല്ല എന്നാൽ പോലും അവർക്ക് പുറത്തേക്ക് ആ ഒരു റൂമിൽ നിന്ന് എന്ത് ചെയ്യാം, എല്ലാ പരിമിതികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റൂമായിരിക്കണം. അതായത് പുറത്തേക്ക് ഒരാവശ്യത്തിനും അവർക്ക് അങ്ങനെ ഇപ്പൊ ടോയ്ലറ്റ്സ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പുറത്തേക്ക് പോയി അവർക്ക് പോവേണ്ടതായിട്ടുള്ള ആവശ്യം വരാതെ തന്നെ അങ്ങനെയുള്ള പരിമിതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു റൂമുകള് അവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് പുറത്തേക്ക് പോവേണ്ടതായിട്ടുള്ള ആവശ്യകതകൾക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു റൂമില് തന്നെ അവരുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ അവർ കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് പേഷ്യൻസുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് കുറവായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എയർബോൺ ട്രാൻസ്മിഷൻസ് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ അവിടെ വരുന്ന സ്റ്റാഫുകളാണെങ്കിലും മാസ്കുകൾ പോലെയുള്ളവർക്ക് യൂസ് ചെയ്തുകൊണ്ട് വരാണെങ്കിൽ അതും വഴിയും നമുക്ക് കുറച്ച് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാവുന്നതാണ്. കിട്ടിയോ? അപ്പൊ എയർബോൺ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഇത് മുൻകരുതൽ എടുക്കുകയാണ്. കാരണം എയർബോൺ ആയിട്ട് എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്ത് കിട്ടാതിരിക്കാനുള്ള മുൻകരുതൽ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂമുകളിലേക്ക് താമസിപ്പിക്കുന്നത്. ഇപ്പൊ എയർബോൺ പ്രിക്കോഷൻ എന്താണെന്ന് കിട്ടിയോ? നെക്സ്റ്റ് വൺ ആണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ. എന്താണ് ഒരു ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്? എന്താണ്, പരിമിതമായിട്ടുള്ള റൂം എന്നാണ് കേട്ടോ. കൺഫൈൻഡ് റൂം എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ള, അതായത് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിമിതമായ ഒരു റൂം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ അതെ, കഫിംഗ് ഒക്കെ പോലെയുള്ള അല്ലെ. അതെ, കഫിങ്ങിലൂടെ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ കുറച്ച് ദൂരത്തേക്ക് അല്ലെ, അവിടെ കുറച്ച് ദൂരത്തേക്കാണ് അവിടെ ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നത്. അപ്പൊ ഇവിടെ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ, അതായത് ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ, നമുക്ക് ആ ഇൻഫെക്ഷനിൽ നിന്നും സംരക്ഷണം കിട്ടണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടതാണ്. നോക്കിയേ, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ അല്ലെ. ഇപ്പൊ പേഷ്യൻസിൽ എല്ലാവർക്കും താമസിക്കാനുള്ള സെപ്പറേറ്റ് റൂമുകൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റൂമുകൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല, എന്നാൽ പോലും അവൈലബിൾ ആണെങ്കിൽ സെപ്പറേറ്റ് റൂമുകൾ പേഷ്യൻസിന് നൽകുക. അതൊരു കാര്യം. അത് 3 വരുന്നുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും നോക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കിയേ, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ എന്നാണ് കേട്ടോ. അവിടെ ആ ഒരു പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് എഴുതിക്കോ കേട്ടോ. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യുക, സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള, അതായത് ഈ ഡ്രോപ്ലെറ്റ്സ് പോലെയുള്ളവയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് എന്താണ് കപ്പാസിറ്റി ഉള്ള വളരെ ഉയർന്ന ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള രീതിയിലുള്ള മാസ്കുകൾ, ഇപ്പൊ N95 പോലെയുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വളരെ പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള മാസ്കുകൾ യൂസ് ചെയ്യുക. നോട്ട് എ ഗോസ് മാസ്ക്. എന്താണ് ഗോസ് മാസ്ക് എന്ന് പറഞ്ഞാൽ? നെയ്തെടുത്തിട്ടുള്ള മാസ്കുകൾ. ഇപ്പൊ തുണിയുടെ പോലുള്ള അങ്ങനെ നെയ്തെടുത്തിട്ടുള്ള മാസ്കുകളല്ല, മറിച്ച് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഹൈ സ്റ്റാൻഡേർഡിലുള്ള മാസ്കുകളായിരിക്കണം അവിടെയുള്ള ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്.
കിട്ടിയോ? നെക്സ്റ്റ് നോക്കി, പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ് അല്ലെ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് പുറത്തിറങ്ങി പോകാനൊന്നും പാടില്ല. അപ്പൊ അവരോട് സ്ട്രിക്റ്റ്ലി പറഞ്ഞിരിക്കുക എങ്ങനെയാണ്, അവർക്ക് അവർ അനുവദിച്ചിട്ടുള്ള ആ ഒരു റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം അവർ താമസിക്കാൻ, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അല്ലെ. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വെയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക്. ഇനി എന്തെങ്കിലും ഒരു കാരണത്താല് പേഷ്യൻസിന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ താമസിക്കുമ്പോഴോ നിർബന്ധമായിട്ടും അവർ എന്ത് ചെയ്യണം, അവര് മാസ്കുകൾ ധരിച്ചിരിക്കണം. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ അവർ ധരിച്ചിരിക്കണം. whenever he or she leaves the room. എപ്പോഴാണ് അവര് പുറത്തേക്ക് പോവാണെങ്കിൽ, ആ റൂം വിട്ട് പുറത്തേക്ക് പോകേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം വരണമെങ്കിൽ, അത് വളരെ കുറവ് മാത്രമേ അങ്ങനെ പോകാൻ പാടുള്ളൂ. പേഷ്യൻസ് മാക്സിമം അവരുടെ ആ റൂമിൽ തന്നെയാണ് കിടന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാരണങ്ങളാൽ പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ അവർ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ ധരിച്ചുകൊണ്ട് മാത്രമേ പോവാൻ പാടുള്ളൂ. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം, പേഷ്യന്റിന് അവൈലബിൾ ആയിട്ടൊരു സെപ്പറേറ്റ് റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവൈലബിൾ ആക്കുക. രണ്ടാമത് പറഞ്ഞെന്താ, അവിടെ വരുന്ന ഹെൽത്ത് വർക്കേഴ്സ് അവരെന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും വളരെ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള മാസ്കുകൾ അല്ലെ, N95 പോലുള്ള നല്ല മാസ്ക്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാസ്കുകൾ ധരിച്ചിരിക്കുക. എന്താണ്, ഇങ്ങനെ ഗേൾസ് മാസ്ക് എന്ന് പറയുന്ന നെയ്തെടുത്ത തുണിത്തരങ്ങൾ പോലെയുള്ള അങ്ങനെയുള്ള മാസ്കുകളെ അപേക്ഷിച്ച് മറ്റു മാസ്കുകൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. അങ്ങനെയുള്ള മാസ്കുകൾ അവർ ധരിച്ചിരിക്കുന്നത് അവരുടെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ്. അതുപോലെ പേഷ്യൻസിന്റെ മൂവ്മെന്റ് എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. പേഷ്യൻസ് ആ റൂമിൽ നിന്ന് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കേസിൽ പുറത്തിറങ്ങേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും മാസ്കുകൾ, സർജിക്കൽ മാസ്കുകൾ ധരിച്ചിരിക്കുക. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ക്ലിയർ ആക്കിയോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കോണ്ടാക്ട് പ്രിക്കോഷൻ ഓർ ഐസൊലേഷൻ അല്ലെ. കോണ്ടാക്ട് പ്രിക്കോഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താണ്, കോണ്ടാക്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റിലോ വരുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് നമ്മളിലേക്ക് പകരുന്നുണ്ട്. അപ്പൊ അതിനെ മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ചെയ്യണം നോക്കി. ഫസ്റ്റ് അതിലും പറയുന്നത് എന്താണ്, സെപ്പറേറ്റ് റൂംസ് ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ അല്ലെ. ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു പ്രിക്കോഷൻ ആണ്. മറ്റുള്ള രോഗികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കുറയുകയും അതുവഴി കുറേയധികം ഇൻഫെക്ഷൻസ് അവർക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കി, സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ്. എന്ത് ചെയ്യുക, സ്റ്റാഫുകള് ഗ്ലൗസ് തൊടുക. അപ്പൊ ഈ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് എന്താണ്, ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ വരും അല്ലെ, അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ വരും. അപ്പൊ ഇവിടെ കോണ്ടാക്റ്റുമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഗ്ലൗസുകള് അവിടുത്തെ സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. എന്താ, when they enter the room, അവർ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവർ ഗ്ലൗസ് ധരിച്ചിരിക്കണം. അത് എങ്ങനെയുള്ള ഗ്ലൗസ് ആയിരിക്കണം, നല്ല പുതിയതായിട്ടുള്ള നീറ്റായിട്ടുള്ള ഗ്ലൗസ് ആയിരിക്കണം. അല്ലെങ്കിൽ മറ്റു പേഷ്യന്റിനെ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആ ഗ്ലൗസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഇവരെ വന്ന് തൊടരുത്, കോണ്ടാക്ട് ചെയ്യരുത്. അതേസമയം പുതിയൊരു ഗ്ലൗസ് എപ്പോഴും ഗ്ലൗസ് എന്ത് ചെയ്യണം, അങ്ങനെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അവിടെ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, ഈ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. സ്റ്റാഫ് ഷുഡ് വെയർ എ ഗൗൺ ഇല്ലേ, ഡ്യൂറിംഗ് പേഷ്യന്റ് കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസസ് ഓർ മെറ്റീരിയൽ. ഇനി ഈ സ്റ്റാഫുകൾ ആ ഒരു പേഷ്യന്റുമായിട്ട് എന്തെങ്കിലും ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക, അവര് ഗൗണുകൾ ധരിച്ചിരിക്കുക. അതുപോലെ തന്നെ എന്താ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സർഫസുമായിട്ട് ഒരു കോണ്ടാക്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സമയത്തും അവർ ഗൗണുകൾ ധരിച്ചിരിക്കണം. അതുപോലെ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിലും അവര് ഗൗണുകൾ ധരിച്ചിരിക്കുക. ആർക്കുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ആ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷനും കൂടിയാണ് പറയുന്നത് കേട്ടോ. കാരണം അവർക്ക് എന്താണ്, ഇപ്പൊ ഏതൊരു ഭാഗത്ത് നമ്മളുമായിട്ട് കോണ്ടാക്ട് വന്നാലും അവിടെ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മുടെ ഹാൻഡ് തന്നെ വേണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു പേഷ്യന്റിനുമായിട്ട് ഇങ്ങനെയുള്ള കോണ്ടാക്ട് വരുമ്പോഴോ, ഇപ്പൊ പേഷ്യൻസിനെ ചരിച്ചു കിടത്തുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ടെസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ എക്സ്റേ, ECG അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സർജറീസ് ഒക്കെ ചെയ്യേണ്ട സമയത്തൊക്കെ
ഒക്കെ എന്ത് ചെയ്യണം, അവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരേണ്ടി വരും. അപ്പൊ അവരുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഹാൻഡ് മാത്രമല്ല മറ്റ് ഭാഗങ്ങളിലോട്ടൊക്കെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കോണ്ടാക്ട് വരുമ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ള കേസുകളിൽ സർജിക്കൽ ഗൗണുകൾ എന്തായിട്ടും നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ മാസ്കുകളും ധരിച്ചിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ഇനി ഈ കോണ്ടാക്ട് മറ്റ് പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, വേറൊരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് മുൻപും കഴുകുക, അതുപോലെ തന്നെ കോണ്ടാക്ട് വന്നതിന് ശേഷവും ഹാൻഡ് പ്രോപ്പർ ആയിട്ട് നല്ല ശരിയായ രീതിയിൽ തന്നെ ഹാൻഡ് വാഷിംഗ് നടത്തിയിരിക്കുക. നെക്സ്റ്റ് നോക്കിയേ, ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. അല്ലെ, റൂമിന് പുറത്തേക്ക് പേഷ്യൻസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അവർ പോകാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ ആ ഒരു ചാൻസ് വളരെ ലിമിറ്റ് ആക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതൊരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പേഷ്യൻസിനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമുകളിൽ ആക്കുന്നത് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നും ഇൻഫെക്ഷൻസ് പകരാതിരിക്കാനാണ്. അപ്പൊ ഇവര് ഈ ഒരു റൂമിൽ ഇരിക്കാതെ മൂവ്മെന്റ് ചെയ്ത അല്ലെങ്കിൽ അവര് നടന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവരുടെ സെയിം ആയിട്ടുള്ള കണ്ടീഷൻസ് പിന്നെയും വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് റൂമിൽ ആക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മൂവ്മെന്റും കൺട്രോൾ ചെയ്തിരിക്കണം. വളരെ നിർബന്ധമായിട്ടും വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ പേഷ്യൻസ് പുറത്തേക്ക് പോകാനായിട്ട് പാടുള്ളൂ. അതെപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. അപ്പൊ കോണ്ടാക്ട് പ്രിക്കോഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത് ക്ലിയർ ആയോ? സെപ്പറേറ്റ് റൂമുകൾ, അതായത് പേഷ്യൻസിന് സെപ്പറേറ്റ് റൂമുകൾ അവൈലബിൾ ആണെങ്കിൽ അത് നൽകുക. അതുപോലെ സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും റൂമിൽ എൻറ്റർ ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, മാസ്കുകൾ ധരിച്ചിരിക്കണം. അതുപോലെ ഗൗണുകൾ, അതായത് ഇവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന സമയങ്ങളിൽ കൂടുതലായിട്ടും ഗൗണുകൾ ധരിക്കുക. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിലും ഗൗൺ ധരിക്കുക. അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മറ്റു മെറ്റീരിയൽസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴും ഗൗൺസ് ധരിക്കുന്നത് വഴി സ്റ്റാഫുകളുടെയും കൂടി ഒരു പ്രൊട്ടക്ഷനും കൂടി നമുക്ക് അവിടെ മുൻനിർത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഒരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിന് മുൻപ് അവർ ബിഫോർ എന്ത് ചെയ്യണം, ഹാൻഡ് വാഷ് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിംഗ് ചെയ്തിരിക്കണം. അതിനുശേഷവും ഹാൻഡ് വാഷിംഗ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്താ പറയുന്നത്, നമ്മുടെ പേഷ്യൻസിന്റെ മൂവ്മെന്റ് പുറത്തേക്കുള്ള ആ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള പേഷ്യൻസിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആക്കുക. അവരധികം പുറത്തേക്ക് എന്ത് പാടില്ലാതെ ഇടാനായിട്ട് പാടില്ല. അവരുടെ ആ ട്രീറ്റ്മെന്റിന് ഒരു സമയം കഴിയുന്നത് വരെ, ആ ഒരു കോഴ്സ് കഴിയുന്നത് വരെ അവരെ നിർബന്ധമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് കൺട്രോൾ ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയും കിട്ടിയോ കോണ്ടാക്ട് പ്രിക്കോഷൻസ്? കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ആന്റി മൈക്രോബിയൽ സർഫസസ്. ആന്റി മൈക്രോബിയൽ സർഫസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ടച്ച് സർഫസസ്, അത് ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിലെ ഏതൊരു ഭാഗവും ആവാം. അപ്പൊ അത് മൈക്രോബ്സ് അഥവാ ആ ഒരു സർഫസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ആന്റി മൈക്രോബിയൽ ആക്കുക. അതായത് മൈക്രോബ്സിനെ നശിപ്പിച്ച് കളഞ്ഞ് ആ സർഫസ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ടച്ച് സർഫസസ് അല്ലെ, നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകളാണ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂമുകളിൽ. ഹോസ്പിറ്റൽ റൂമുകളിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? ബെഡ് റെയിൽസ്. എന്താണ് ബെഡ് റെയിൽസ് എന്ന് പറയുന്നത്? കൈപ്പിടികള് അല്ലെ. ബെഡ് റെയിൽസ് ഇപ്പൊ ബെഡിന്റെ ഒക്കെ സൈഡുകളിലായിട്ട് റെയിൽസ്, ഹാൻഡ് റെയിൽസ് പോലെയുള്ള കൈപ്പിടികൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ എല്ലാ ബെഡുകളിലും അല്ല, അല്ലെങ്കിൽ ആ സൈഡുകളിലായിട്ട് പേഷ്യൻസിനെ നല്ല പ്രോപ്പർ ആയിട്ട് കിടത്താൻ പാകത്തിന് ബെഡ് റെയിൽസ് കണ്ടിട്ടില്ലേ? പിടികള്, കൈപ്പിടികൾ കണ്ടിട്ടില്ലേ ബെഡുമായി ബന്ധപ്പെട്ട്? അതാണ് ബെഡ് റെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. കോൾ ബട്ടൺസ് കണ്ടിട്ടുണ്ടോ? നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നഴ്സസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കോൾ ബട്ടൺസ് ഉണ്ടാവുമല്ലോ. അതുപോലെ ടച്ച് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ടച്ച് ചെയ്യും അല്ലെ. പ്ലേറ്റ്സ് ടച്ച് ചെയ്യും, ചെയർസ്, അവിടെയുള്ള ചെയറുകൾ ടച്ച് ചെയ്യും. അതുപോലെ ഡോർ ഹാൻഡിൽസ്, ഡോറിന്റെ ഹാൻഡിലുകൾ പിടിക്കും. ദെൻ ലൈറ്റിന്റെ സ്വിച്ചസ് അല്ലെ, ലൈറ്റിന്റെ സ്വിച്ചസ്. ദെൻ ഗ്രാബ് റെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാബ് റെയിൽസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോൾഡ് ചെയ്യുന്ന, അതായത് ഇപ്പോ എന്താണ് വാക്കിംഗ് സ്റ്റിക്കുകൾ പോലെയുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അത് പേഷ്യൻസ് നടക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഐറ്റംസ് ആണ്. അതായത് വാക്കിംഗ് സ്റ്റിക്ക് പോലെയുള്ളവയൊക്കെയാണ് ഗ്രാബ് റെയിൽസിൽ വരുന്നത് കേട്ടോ. ഇൻട്രാവീനസ് പോൾസ് എന്ന് പറയുന്ന ഇൻട്രാവീനസ് പോൾസ് എന്താണ് ഇൻട്രാവീനസ് പോൾസ്? നമ്മൾ ഡ്രിപ്പുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സ്റ്റാൻഡുകൾ പോലെയുള്ളതൊക്കെ റൂമുകളിൽ കണ്ടിട്ടില്ലേ? അതൊക്കെയാണ് ഇൻട്രാവീനസ് പോൾസിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ഡിസ്പെൻസേഴ്സ്. ആൽക്കഹോൾ ജെല്ലുകള്, പേപ്പർ ടവലുകള് അല്ലെങ്കിൽ സോപ്പുകൾ പോലെയുള്ളതൊക്കെ
ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു റൂമിൽ ഉൾപ്പെടുത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡ്രസ്സിംഗ് ട്രോളീസ് ആൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്സ് ആർ നോൺ ടു ബി കണ്ടാമിനേറ്റഡ് അല്ലെ. അവിടെയുള്ള കൗണ്ടറുകൾ, അവിടെ ഷെൽഫുകൾ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ടേബിൾസ് ഉണ്ടാവുമല്ലോ, അതിന്റെ ടേബിൾ ടോപ്പുകളൊക്കെ എപ്പോഴും എങ്ങനെയാണ് മലിനമായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ആ റൂമിലുള്ളതെങ്കിൽ അവിടെയുള്ള എല്ലാ എക്യുപ്മെന്റ്സിലും ആ ഇൻഫെക്ഷൻസിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഇൻഫെക്ഷൻസ് ഏജൻസുമായിട്ട് കോൺടാക്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗം, ആ ഒരു റൂം മുഴുവൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ തൊടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. ആ ഒരു സർഫസിൽ കൂടാണെങ്കിൽ അത് മൈക്രോബിയൽ സർഫസ് ആയി മാറിയിരിക്കുന്നു. ടച്ച് സർഫസസ് ഇൻ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ ആക്ട് ആസ് സോഴ്സസ് അല്ലെ. അപ്പൊ ആ ഒരു സർഫസിൽ ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സർഫസിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ റിസർവോയർ ആണ്, അതൊരു ഉറവിടമാണ്. എന്തിന്റെയാണ്? ഹോസ്പിറ്റലില് ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ്. അപ്പൊ അവിടെ പേഷ്യൻസിന് അതുപോലെ അവിടെ വർക്ക് ചെയ്ത ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒക്കെ ഇപ്പൊ അവിടെ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു സർഫസിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവിടെ അതൊരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഉറവിടമാണ്. എന്തിന്റെയാണ്? ഇങ്ങനെയുള്ള മൈക്രോബ്സിന്റെ ഉറവിടമാണ് ആ ഒരു സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സർഫസിൽ നിന്ന് എന്താണ് സ്പ്രെഡ് ഓഫ് ബാക്ടീരിയാസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടാണ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കൈകളിലേക്കും അതുപോലെ തന്നെ അത് എന്തിലേക്ക് വിസിറ്റേഴ്സിനോ അല്ലെങ്കിൽ പേഷ്യൻസിനോടൊക്കെ എത്താനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇൻഫെക്ഷൻസ് നമ്മളിലേക്ക് വരാം. സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർഫസസ് എപ്പോഴും എങ്ങനെ കീപ്പ് ചെയ്യണം? വളരെ ഫ്രീ ആയിട്ട്, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആയിട്ട്, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യണം? ഈ സർഫസസ് കീപ്പ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഷ്യന്റ് താമസിക്കുന്ന ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരു ആള് താമസിക്കുന്ന റൂമുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ബെഡ് ട്രെയിൽസ്, അതുപോലെ കോൾ ബട്ടണുകള്, എന്താണ് ടച്ച് പ്ലേറ്റുകളോ ചെയറുകളോ അവിടുത്തെ ഡോർ ഹാൻഡിലുകളോ ലൈറ്റ് സ്വിച്ചസ് പോലെയുള്ള എല്ലാ സാധനങ്ങളും, ഇപ്പൊ ടേബിൾ ടോപ്പ് വരെയും എന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എത്താനും അതുവഴി ഓരോരുത്തരിലേക്കും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർഫസുകളെല്ലാം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഫ്രീ ആയിട്ട് നിലനിർത്തുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുവഴി നമുക്ക് പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു തടയാനായിട്ട്, ഇൻഫെക്ഷൻസിനെ തടയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നോക്കി, ഇത്രയും ഒന്ന് വേഗം വായിച്ചു നോക്കി. ആന്റി മൈക്രോബിയൽ സർഫസ് ക്ലിയർ ആയോ? വേഗം ഒന്ന് വായിച്ചു നോക്കി നമ്മൾ ഇന്നെടുത്ത ഭാഗങ്ങള്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇത് പഠിക്കും, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇവിടെ നിന്ന് ലാസ്റ്റ് ആയിട്ട് കണ്ടോ ഹാൻഡ് വാഷിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇവിടെ വരെ നിങ്ങൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഡൗട്ട്സ് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ജസ്റ്റ് അത് എന്തൊക്കെയാണ് അതിനുള്ളിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓരോ പോയിന്റ്സും എന്തൊക്കെയാണ് പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആന്റി മൈക്രോബിയൽ സർഫസ് ചെയ്യുക, അതുപോലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക, അതിൽ വരുന്ന അങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യുക, ഐസൊലേഷൻ നടത്തുക, സ്റ്റെറിലൈസ് ചെയ്യുക, ദെൻ സാനിറ്റേഷൻ നടത്തുക എന്നുള്ള പോയിന്റ്സ് മനസ്സിലാക്കുക. അതിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കേണ്ട. ഇങ്ങനെയുള്ള പോയിന്റ്സിൽ ഇതിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിവെൻഷൻ മെഷേഴ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത് കേട്ടോ. മിസ് ഐസൊലേഷൻ ഒന്നും കൂടി പറഞ്ഞുതരോ? ഐസൊലേഷൻ ആണോ? ഐസൊലേഷനിൽ പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മുടെ ആ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇപ്പൊ ഹോസ്പിറ്റലിലെ കേസുകളിലാണെങ്കിൽ നമ്മൾ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കേസസ് വന്നാലും നമ്മൾ അവരെ പേഷ്യൻസിന് എന്ത് ചെയ്യും? ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റും അല്ലെ. അപ്പൊ
അവർ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മളൊരു മുൻകരുതൽ എടുക്കുകയാണ്. അതായത് ഇപ്പൊ എല്ലാവരുടെയും കൂടെ കൊണ്ടുവന്ന ഇപ്പൊ ഒരു വാർഡിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് കെടുത്തുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ, ഹൈ റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് നമ്മൾ മുൻകരുതലോട് കൂടി തന്നെ അവരെ മാറ്റുന്നു. അപ്പൊ എന്താണ് നമ്മൾ അതിനൊരു മുൻകരുതൽ, അതായത് അവിടെ ഇൻഫെക്ഷൻസ് മറ്റുള്ളവരിലേക്ക് പകർന്നിട്ടില്ല എന്നാൽ പോലും നമുക്ക് എന്താണ് നമ്മൾ അതിനൊരു മുൻകരുതൽ, പകരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻ അല്ലെങ്കിൽ മുൻകരുതൽ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറ്റുകയും അതുവഴി എന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. തടയാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മുൻകരുതൽ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഐസൊലേഷൻ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനായിട്ട് വളരെ എളുപ്പത്തിൽ പകരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കേസസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഐസൊലേഷൻ പോലെയുള്ള റൂമുകൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഏജൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. എന്നാൽ പോലും നമുക്ക് അതിനെ പ്രതിരോധിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ തടയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മൈക്രോബ്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് മറ്റൊരു പേഴ്സണിലേക്ക് എന്താണ് സ്പ്രെഡ് ചെയ്ത് പോവാതെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസൊലേഷൻ റൂമുകൾ അതിൽ വെച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അതൊരു മുൻകരുതൽ പോലെ എടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഐസൊലേഷൻസ് എന്ന് പറയുന്നത്, ഐസൊലേഷൻ റൂമുകൾ. കിട്ടിയോ? മൈബയാണോ ചോദിച്ചേ? മനസ്സിലായി. ഓക്കെ. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് 2 ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതൊക്കെയാണ്, അതുപോലെ എന്താണ് PPEയുടെ എക്സ്പാൻഡഡ് ഫോംസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനിൽ വരേണ്ടതായിട്ടുള്ള അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ കോണ്ടാക്ട് പ്രിക്കോഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കോണ്ടാക്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരാറ് കേട്ടോ. നിങ്ങളിപ്പോ ഫുള്ളി എന്താണ് ഒരു ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ജസ്റ്റ് ആ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഡ്രോപ്ലെറ്റ് വരുമ്പോൾ അതിനെന്തൊക്കെ നമ്മളാണെങ്കിൽ നമുക്ക് അതിന് എന്തൊക്കെ തടസ്സം അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് അത് വരാതിരിക്കാൻ ചെയ്യാൻ പറ്റും അതുള്ള കാര്യം. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ചെന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് അവിടെ എല്ലാത്തിനും 3 കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു സിംഗിൾ റൂം, ഒരു സെപ്പറേറ്റ് റൂമിന്റെ കാര്യം പറയുന്നുണ്ട്. അവിടുത്തെ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ്സ് എങ്ങനെയായിരിക്കണം, മാസ്കുകൾ ധരിക്കണം, ഗ്ലൗസ് ധരിക്കണം, അതുപോലെ തന്നെ അവര് ഗൗണുകൾ പോലെയുള്ളത് ഡയറക്റ്റ് കോൺടാക്ട് വരാണെങ്കിൽ ഗൗണുകൾ ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സെയിം തന്നെയാണ് കുറെയൊക്കെ വരുന്നത് അല്ലെ. അതുപോലെ പേഷ്യൻസ് എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുക, ലിമിറ്റഡ് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ കൂടുതലായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പഠിക്കണമെന്നില്ല. അതിൽ ആ പോയിന്റ്സ് വരുന്നത് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ഏതിലൊക്കെയാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയോ എന്റെ അടുത്തത്? ഓക്കെ. ഇപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, miss. Thank you, ma'am.